ഈ കിണറ്റിലാണല്ലോ വന്ന് ഒളിച്ചിരുന്നത്. അതെ. നിങ്ങൾ അങ്ങനെ അറിയുന്നത്? ഞങ്ങൾ പിന്നെ ആദ്യം ഒരു പ്രാവശ്യം വന്ന് എല്ലാം ചെക്ക് ചെയ്താണ് ഇവിടെ വന്നിട്ട്. ആ സമയത്ത് ഇവിടെ ഒന്നും കണ്ടില്ല. പിന്നെ എഗൻ അവർ പറഞ്ഞു ഇങ്ങനെ മൊബൈൽ ശ്യാമിനെ കിട്ടി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ആ ഭാഗത്തേക്ക് ഓടിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല കിട്ടിയില്ല എന്ന് പറഞ്ഞു. എഗൻ നമ്മൾ വീണ്ടും വന്നപ്പോൾ ഒരുപക്ഷെ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഓടിപ്പോയല്ലോ. അപ്പോൾ ഒരുപക്ഷെ ആ ഗ്യാപ്പിൽ ഇങ്ങനെ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ടോ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ വീണ്ടും ഈ ലോക്ക് ഓപ്പൺ ചെയ്ത് ഇവിടെ വന്ന് നോക്കാൻ കാരണം. ജസ്റ്റ് കിണറ്റിലേക്ക് നമ്മൾ നോക്കുമ്പോഴേക്കും അവൻ വെള്ളത്തിലുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഒച്ചത്തിൽ എല്ലാവരും ഒന്നടങ്കം തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കുറ്റവാളി ആദ്യം കണ്ടപ്പോ എന്താ തോന്നിയത്? അത് നമ്മുടെ കിണറ്റിൽ ഭയങ്കര ഒരു എന്താ പറയണ്ടേ, അതൊന്നും പറയാനില്ല. എന്നാണ് അത്ര ഒരു എന്തോ. ചേച്ചി ഇവിടുത്തെ സ്റ്റാഫ് അല്ലേ? ഞാൻ ഇതിന് മുൻപിലൂടെ വന്ന് നേരത്തെ ചോദിച്ചിരുന്നില്ലേ എന്തെങ്കിലും വിവരം ഉണ്ടോന്ന്? അതെ, ആ സമയത്ത് നമ്മൾ നോക്കിയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോഴൊന്നും ഉണ്ടായിരുന്നില്ല, കണ്ടിരുന്നില്ല. രണ്ടാമത് എന്താന്ന് വെച്ചാല് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് പോയി. അപ്പോഴും പിന്നെയും അയാൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി ഇതാണല്ലോ, കാരണം ഇവിടെ ആളൊഴിഞ്ഞല്ലോ ബഹളം അങ്ങോട്ടായപ്പോ. അപ്പോൾ വീണ്ടും പറഞ്ഞതാ നമുക്ക് ഇവിടെ ഒന്നുകൂടി നോക്കാം, കാരണം ഇവിടെ ആളൊഴിഞ്ഞപ്പോൾ അയാൾ ഇങ്ങോട്ട് മാറിയിട്ടുണ്ടെങ്കിലോ. അങ്ങനെയാണ് വീണ്ടും വന്ന് നോക്കിയത്. ഇതിനെ നമ്മൾ തെരയുന്നു പറഞ്ഞ പറമ്പല്ലേ? അത് തന്നെ, ഇതായിരുന്നു. ഈ മതില് ചാടി വന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം എല്ലാ ആൾക്കാരും അങ്ങോട്ട് പോയപ്പോൾ ആവാനാ ചാൻസ്. കാരണം അവര് അവിടെ ആ ഇതിന്റെ തൊട്ടപ്പുറത്ത് ഒരു തോടാണ്. അപ്പൊ ആ തോടിലാണ് അവർ ആൾക്കാർ